بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഥമമായി ഇറക്കിയ ആയത്താണ് ഇഖ്റ, വായിക്കണേ പഠിക്കണേ, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഒരു ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച തമ്പുരാൻ അവന്റെ വചനങ്ങൾ, അവന്റെ വാക്യങ്ങൾ, അവന്റെ സന്ദേശങ്ങൾ, അവന്റെ നാമം കൊണ്ട് നിങ്ങൾ തുടങ്ങണേ, ആരംഭിക്കണേ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻസാൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇൻസാൻ അതിലെല്ലാവരും ഷാമിലാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ജൂതനും ക്രൈസ്തവനും നസ്രാണിയും എല്ലാവരും അതിൽ ഉൾപ്പെടും. ഇൻസാൻ, ഇൻസാനിയത്ത്, മാനവികത, മനുഷ്യത്വം, ഇതാണ് പരിശുദ്ധമായി ഖുർആൻ ആദ്യമായിട്ട് ലോകത്തോട് പഠിപ്പിച്ചിരുന്നത്. അല്ലാതെ സത്യവിശ്വാസികളെ എന്നല്ല അല്ലാഹു തആല വിളിച്ചത്. ആദ്യമായിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഭ്രൂണത്തിൽ നിന്നാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോ ആ ഇൻസാൻ എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ 63 സ്ഥലത്താണ് അല്ലാഹു ഉപയോഗിച്ചത്. ഇൻസാൻ, കലിമത്തുൽ ഇൻസാൻ, മനുഷ്യത്വം, ആ മാനവികത, മനുഷ്യൻ എന്നുള്ള ആ ഒരു വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 63 സ്ഥലത്ത് അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻസാൻ, ഇൻസാൻ. ഈ ആദ്യത്തെ 5 ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പ്രാവശ്യം ഇൻസാൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഖലഖൽ ഇൻസാന മിൻ അലഖ് اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. മനുഷ്യ, നിനക്കറിയാത്തത് പലതും അവനാണ് പഠിപ്പിച്ചു തരുന്നത്. നിനക്കറിയാത്ത ഊഹാപോഹങ്ങളിൽ ചുറ്റിത്തിരിയരുതേ, സത്യം മനസ്സിലാക്കണേ, നീതിയോടെ ധർമ്മത്തോടുകൂടി ജീവിക്കണേ. അതിനുള്ള പ്രഖ്യാപനമാണ്, പ്രബോധനമാണ് പരിശുദ്ധമായ ഖുർആൻ നൽകുന്നത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചതെന്ന് പറയുമ്പോ ആ ഭ്രൂണം എന്ന് പറയുന്നത് ഒരു ഇൻസാന്റെ, ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ഒട്ടിക്കിടക്കുന്ന സാധനമാണ്. ആ ഒട്ടിച്ചേരുന്ന സാധനത്തിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു ലോകത്ത് സൃഷ്ടിച്ചത്. അതുകൊണ്ടൊരു മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ പരസ്പരം സ്നേഹമുണ്ടാകണം, ഒട്ടിച്ചേരണം. അവൻ സ്നേഹ സൗഹാർദ്ദത്തോടെ, സൗമ്യതയോടെ ആണ് അവൻ കഴിയേണ്ടത്. ആ സമസൃഷ്ടി ഭാവന ലോകത്ത് പ്രതിനിധാനം ചെയ്തത് പരിശുദ്ധമായ ഇസ്ലാമാണ്, ഖുർആനാണ്. മറ്റൊരു മതത്തിനും അതിനവകാശമില്ല. അതുകൊണ്ട് ഇസ്ലാമോ മുസ്ലിമീങ്ങളോ ഖുർആനോ തീവ്രവാദികളോ ഭീകരവാദികളോ അതിന്റെ വക്താക്കളോ ഗ്രന്ഥമോ അല്ല. ഇൻസാൻ വഅല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യ, നിനക്കറിയാത്തത് പലതും ആ ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കുക. ഖുർആൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിനക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. മനുഷ്യൻ അറിയാത്ത പല കാര്യങ്ങളും, അതുകൊണ്ടാണ് നമ്മുടെ ജഡ്ജിക്ക് അറിയാത്ത കാര്യങ്ങൾ ഇതിലുണ്ടെന്നർത്ഥം. ജഡ്ജി പറഞ്ഞു ഹിജാബ് എന്ന് പറയുന്നത് അതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് എന്ന്. ഏത് ജഡ്ജി അങ്ങനെ പറയാൻ പറ്റും? ഖുർആനിലുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ് ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ എല്ലാം പഠിക്കണം, എല്ലാ ഭാഗങ്ങളും അവർ മനസ്സിലാക്കണം. ഒരു മതത്തിന്റെ മൂല്യങ്ങളെല്ലാം അവർ അറിഞ്ഞിരിക്കണം. അവർ നീതി ബോധമുള്ളവരായിരിക്കണം. മതേതര ഭാരത രാജ്യത്ത് എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിച്ച് സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നവരാണ് നമ്മൾ. തമ്മിൽ തമ്മിലടിക്കാനും ഭിന്നിപ്പിക്കാനും ഒന്നും പാടില്ല. ആ ഐക്യം, ആ സാഹോദര്യം അത് നിലനിന്ന് പോകണം. അതങ്ങനെ ഖിയാമത്ത് നാൾ വരെ അങ്ങനെ നിലനിന്ന് പോകണം. ഇതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരാൾക്കൊരു നീതിയെങ്കിൽ ആ നീതി തന്നെ കിട്ടണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതിമാനായിരുന്നു.
ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിമാനായതുകൊണ്ട് നീതിയാണ് ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. നീതിയാണ് പഠിപ്പിച്ചത്. അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ നസ്രാണിയെന്നോ അല്ല അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് പഠിപ്പിച്ചത്. ഒരു സംഭവം നമുക്ക് കേൾക്കാം. അന്ന യഹൂദിയ്യത അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശാത്തിൻ മസ്മൂമാ. വിഷം ചേർക്കപ്പെട്ട ഒരു മാംസകഷ്ണവുമായി ഹബീബായ തങ്ങളെ വധിക്കുന്നതിന് വേണ്ടി ഒരു ജൂത പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയായി. അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കലാണ് അവളുടെ ലക്ഷ്യം. ആ ജൂത പെണ്ണിന്റെ ലക്ഷ്യം നബി തങ്ങളെ വധിക്കലാണ്. ഈ ഭക്ഷണം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കൊന്നുകളയലാണ് ആ ജൂത പെണ്ണിന്റെ ഗൂഢതന്ത്രം. പക്ഷേ അവളെ പിടിക്കപ്പെട്ടു. ഫജിഅ ബിഹാ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് അവളെ കൊണ്ടുവരപ്പെടുകയായി. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവളോട് ചോദിക്കുകയായി, എന്തിനാണ് പെണ്ണേ, എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്തത്? ഇതുകൊണ്ട് നീ ആഗ്രഹിച്ചത് എന്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ജൂത സ്ത്രീയോട് ചോദിക്കുകയാണ്. ഉടനെ ആ ജൂത പെണ്ണ് പറയുകയാണ്, അങ്ങയെ കൊല്ലലാണ് എന്റെ ലക്ഷ്യം എന്ന് ആ ജൂത പെണ്ണിന് തങ്ങളോട് പറയുകയായി. നിങ്ങളെ കൊല്ലലാണ്, വധിക്കലാണ് എന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലം യുസല്ലിതില്ലാഹി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ ഒരാളെ കൊല്ലാൻ അല്ലാഹു നിന്നെ നിയോഗിച്ചിട്ടില്ല. ആരെയും വധിക്കാനോ കൊല്ലാനോ അല്ലാഹു നിന്നെ നിയോഗിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഈ പണി നീ എടുക്കരുതെന്ന് ആ ജൂത പെണ്ണിനോട് നബി തങ്ങൾ പറഞ്ഞപ്പോ വാളൂരി പിടിച്ചു നിൽക്കുന്ന സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവളെ ഞങ്ങൾ കൊന്നുകളയട്ടെ, വധിച്ചു കളയട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി ഒരു തീവ്രവാദിയായിരുന്നെങ്കിൽ, ഒരു മതഭ്രാന്തനായിരുന്നുവെങ്കിൽ, മനുഷ്യസ്നേഹി അല്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, കൊന്നുകളയോ സ്വഹാബത്തെ. പക്ഷേ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കൊല്ലാൻ പാടില്ല, അവളെ വിട്ടേക്കൂ, അവളെ അവളുടെ വഴിക്ക് വിട്ടേക്കൂ, അവളുടെ വഴിക്കേ പോകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വന്ന ഒരു ജൂത പെണ്ണാണ്. ആ പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ? വിട്ടേക്ക്, നിന്നെ ഒന്നും അല്ലാഹു ആരെയും കൊല്ലാനോ വധിക്കാനോ ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോയിക്കോ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതി ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് നീതി. ഇന്ന് മുസ്ലിമീങ്ങളെ എല്ലാം ഭീകരവാദികളാക്കി ദി കാശ്മീർ ഫൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങള് ഹിന്ദു പണ്ഡിറ്റുകളെയൊക്കെ കൊന്നുകളയുന്ന ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ച് അനുമോദനങ്ങളും നമ്മുടെ ഭരണകൂടം അവരെ വിളിച്ച് ആശീർവാദങ്ങളും ഒക്കെ നടത്തുകയാണ്. ഒന്ന് ആലോചിച്ചു, ആര് പണ്ഡിറ്റ് കൊന്നു? 2000-ഓളം പാവപ്പെട്ട മുസ്ലിങ്ങളെ ഗുജറാത്തിൽ കൊന്നുകളഞ്ഞു. ആരെങ്കിലും പേരും ചോദിച്ചോ? അതിനെതിരെ ഒരു സിനിമ ഇറങ്ങി. എത്രയോ പേരെ ബോംബെ കലാപത്തിൽ, എത്രയോ പേരെ ഉത്തരേന്ത്യയിൽ, എത്രയോ പേരെ സൂറത്തിൽ, എത്രയോ മുസ്ലിം സമുദായങ്ങൾ വധിക്കപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി ഒരു സിനിമ ഇന്നേ വരെ ഉണ്ടോ? ഇല്ല. അവർക്ക് വേണ്ടി ഇന്നേ വരെ ഇല്ല സിനിമ. എന്നിട്ടും അവർ തീവ്രവാദികളാണ്. ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് ഭരണകൂടം ഇപ്പോ ഒരു പ്രമേയം, ഒരു കണക്കിറക്കി. അതായത് ജയിലിൽ കിടക്കുന്നവർ വർഷങ്ങളായി തടവ് പുള്ളികളായിട്ട് ജയിലിൽ കിടക്കുന്നവരിൽ 25% പേരും മുസ്ലിങ്ങളാണ്. 25% പേര് മുസ്ലിങ്ങളാണ്. ഏകദേശം 72,000-ഓളം പേര് മുസ്ലിമീങ്ങളാണ് വിചാരണ തടവുകാരായി ജയിലിൽ കിടക്കുന്നത്. വർഷങ്ങളായിട്ട് എന്ത് തെറ്റെന്ന് പോലും അവർക്ക് അറിയില്ല, എന്താ തെറ്റ് ചെയ്തത്. പരിശുദ്ധമായ ഇസ്ലാം എന്താണ് ഹബീബ്? അത് റാഹത്തായില്ലല്ലോ. ഒന്ന് ഒരു ബാസ് കുറച്ച് ട്രിബിളാക്കി, സൗണ്ട് കുറച്ച്. ഇതും കൂടെ ഒന്ന് ഓണാക്ക, ഒന്നും കേൾക്കുന്നില്ല. സൗണ്ട് അങ്ങോട്ട് മാറുമ്പോൾ സൗണ്ട് പോവാതെ ഒന്ന് ഉഷാറാക്കുക. മനസ്സിലായില്ലേ ബഹുമാനമുള്ള സഹോദരങ്ങളെ?
അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതിയാണ് ലോകത്ത് പഠിപ്പിച്ചത്. നീതി അത് അവിടെ ജൂതനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമല്ല. നീതിയാണോ ആൾക്ക് അതാണ് കൊടുക്കേണ്ടത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് ഒരു അഅറാബി വന്ന് മസ്ജിദിൽ മൂത്രമൊഴിച്ച സംഭവം നമുക്കറിയാം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലഘട്ടത്തിൽ സ്വഹാബാക്കൾ അദ്ദേഹത്തെ പിടികൂടുകയായി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, ദഊഹു, അദ്ദേഹത്തെ നിങ്ങൾ വിട്ടേക്കണേ, ഒന്നും ചെയ്യരുതേ. വഹരീഖൂഹു അലാ ബൗലിൻ സജ്ലം മിൻ മാ ഔ ദനൂബൻ മിൻ മാ. ആ സ്വഹാബിയുടെ മൂത്രത്തിൽ നിങ്ങൾ കുറച്ച് വെള്ളമൊഴിച്ചാ പള്ളി ശുദ്ധിയാക്കണേ, വൃത്തിയാക്കണേ. ആ സ്വഹാബിയെ നിങ്ങൾ പഴിക്കരുതേ, വേദനിപ്പിക്കരുതേ. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളോട് അതാണ് പഠിപ്പിച്ചു കൊടുത്തത്. സാധുവായ സ്വഹാബിയാണ്, കാട്ടറബിയായ സ്വഹാബിയാണ്, അക്ഷരജ്ഞാനമില്ലാത്ത സ്വഹാബിയാണ്. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ ഒരു പക്ഷേ പള്ളിയിൽ വെച്ച് അറിയാതെ നിർവഹിച്ചു പോയി. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കാൻ പാടില്ല, അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പാടില്ല, അദ്ദേഹത്തെ പരിഹസിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് നീതിയാണ് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതാണ് ഇൻസാനിയത്ത്, അതാണ് മനുഷ്യത്വം, അതാണ് ജനകീയ ജനാധിപത്യത്തിന്റെ വർണ്ണഭംഗി. അത് ലോകത്ത് പഠിപ്പിച്ചത് പരിശുദ്ധമായ ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവുമല്ല. ഇൻസാൻ ഇൻസാൻ എന്ന് അല്ലാഹു 63 പ്രാവശ്യം ഖുർആനിൽ പറയണമെങ്കിൽ മറ്റൊരു വാക്കും അല്ലാഹു ഉപയോഗിച്ചു, അന്നാസ്, അയ്യുഹന്നാസ്. അല്ലയോ ജനങ്ങളെ, അല്ലയോ മുസ്ലിം സഹോദരങ്ങളെ എന്നല്ല, അല്ലയോ സത്യം വിശ്വസിച്ചവരെ എന്നല്ല. അയ്യുഹന്നാസ്, ജനങ്ങളെ 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 എന്ന് അല്ലാഹു ലോകത്തോട് വിളിച്ച് അഭിസംബോധന ചെയ്തത് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ 240 സ്ഥലത്ത് അല്ലാഹു അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ടുണ്ട്. അന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അന്നാസ്, ജനങ്ങൾ. യാ അയ്യുഹന്നാസ് ഉബ്ദൂ റബ്ബക്കും, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ. പരിശുദ്ധ ഖുർആനിന്റെ പ്രമേയമാണ്, പ്രഖ്യാപനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അന്നാസ്, ജനങ്ങളെ എന്നാണ് അഭിസംബോധന ചെയ്തത്. 240 സ്ഥലത്ത്. പരിശുദ്ധമായ ഇസ്ലാം, മുസ്ലിമീങ്ങൾ ഒരിക്കലും ഒരു ഭീകരവാദികളാണോ തീവ്രവാദികളാണോ? ചിന്തിച്ചു നോക്കൂ. ഖുർആനിൽ അല്ലാഹു തആല ഇത്ര സ്പഷ്ടമായിട്ട് പഠിപ്പിച്ചു തരല്ലേ. മനുഷ്യത്വം, മനുഷ്യൻ തമ്മിലുള്ള ബന്ധം അവൻ നിലനിർത്തണം. ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് എന്തിനാണ്? അതുകൊണ്ട് ലോകം നീതി പഠിക്കട്ടെ. നീതിയുടെ ഗ്രന്ഥമാണ് ഖുർആൻ. നീതിയുടെ ഗ്രന്ഥമാണ് ഖുർആൻ. വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ ആരാധിക്കാത്ത ഒരു വിഭാഗത്തെ നിങ്ങൾ പരിഹസിക്കരുതേ, തെറി പറയരുതേ, ആക്ഷേപിക്കരുതേ. ഒരു ഹിന്ദുവിനെ ആകട്ടെ, ഒരു ക്രൈസ്തവനെ ആകട്ടെ, ഒരു ബ്രാഹ്മണനെ ആകട്ടെ, ഒരു ക്ഷത്രിയനെ ആകട്ടെ, ഒരു ദളിതനെ ആകട്ടെ, ഒരു നസ്രാണിയെ ആകട്ടെ, ആരും അവരെ തെറി പറയരുത്, ആക്ഷേപിക്കരുത്. ഇത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഖുർആന്റെ പ്രഖ്യാപനം. ഇതൊരു തീവ്രവാദ ഗ്രന്ഥാണോ? ഖുർആന്റെ പ്രഖ്യാപനമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ. ജനങ്ങളെ, മാനവലോകത്തോട് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇവിടെ കറുത്തവനെയും വെളുത്തവനെയും പാശ്ചാത്യനെയും പൗരസ്ത്യനെയും മുതലാളിയെയും തൊഴിലാളിയെയും എല്ലാ വ്യക്തികളെയും എല്ലാ മതക്കാരനെയും ദേശഭാഷ വർഗ വർണ്ണ വിവർണ വ്യത്യാസമന്യേ
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ. ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. അപ്പോ നമ്മുടെ വാപ്പയും ഉമ്മയും ഒന്നാണ്. ആ ഉമ്മയും വാപ്പയും ഒന്നാകുമ്പോൾ ആ മക്കളെല്ലാവരും ഒറ്റ ചരടിലെ മക്കളാകണം. അതാണ് അല്ലാഹുവിന്റെ തർത്തീബ്. അല്ലാഹുവിന്റെ തർത്തീബ് അങ്ങനെ തന്നെയാണ്. ഇതിനെയൊക്കെ മാറ്റിമറിച്ചതൊക്കെ മറ്റു മതങ്ങളാണ്, ഇസ്ലാം അല്ലാതെ. അള്ളാഹു പറഞ്ഞത് നിങ്ങളെല്ലാം ഒറ്റ വാപ്പ ഒറ്റ ഉമ്മ. കുല്ലുക്കും മിൻ ആദം, നിങ്ങൾ ആദമിൽപ്പെട്ടവരാണ്. വആദമു മിൻ തുറാബ്, ആദമോ മണ്ണിൽ നിന്നുമുള്ളവനാണ്. ആദമോ മണ്ണിൽ നിന്നുമുള്ളവനാണ്. അപ്പൊ ഈ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ബീവി ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ വാപ്പായും ഉമ്മയും ആണെങ്കിൽ അവരുടെ മക്കളാണല്ലോ ബാക്കിയുള്ളവരെല്ലാം. അല്ലാഹു പറഞ്ഞ വാക്കല്ലേ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരേ ആത്മാവിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ഓർക്കണേ, ഭയപ്പെടണമേ. وخلق منها زوجها وبث منهما رجالا كثيرا ونساء. അവരിൽ നിന്നും ധാരാളം ആൺമക്കളെയും പെൺമക്കളെയും ലോകത്ത് സമ്മാനിച്ച പടച്ചതമ്പുരാൻ അവൻ ഏകനാണ്, അവനല്ലാതെ ഒരു ഇലാഹില്ല. അവനാണ് ആരാധനക്കർഹൻ. അവനെ അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കരുതേ. അവനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഭയപ്പെടണമേ പൊതുജനങ്ങളെ. ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇവിടെ അല്ലാഹു വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല, യാ അയ്യുഹൻ നാസ് എന്ന് വിളിച്ചത്. ഖുർആനാണ്. എത്ര വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല നൽകിയത്. എന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താ? മനുഷ്യനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താ? വലഖദ് കറംനാ ബനീ ആദം وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ആദമിന്റെ മക്കളെ, നിങ്ങളെ നാം ആദരിച്ചില്ലേ, ബഹുമാനിച്ചില്ലേ? ഇരിക്കുന്ന നിങ്ങളെയും ഈ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങളെയും ലോകത്തുള്ള മാനവ സമൂഹത്തെ മുഴുവനും അല്ലാഹു ആദരിച്ചു, ബഹുമാനിച്ചു. എങ്ങനെയാണ്? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ബിൽ അഖ്ലി വൽ ഇൽമി. ആദമിന്റെ മക്കളെ അല്ലാഹു ആദരിച്ചത് എങ്ങനെ? ബിൽ അഖ്ൽ വൽ ഇൽമ്. ബുദ്ധി കൊടുത്തിട്ട് അല്ലാഹു തആല ആദരിച്ചു. ബുദ്ധി കൊടുത്തിട്ട് അല്ലാഹു തആല ആദരിച്ചു. ഈ മക്കൾ എന്ന് ഖുർആൻ പഠിക്കണമെങ്കിൽ ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. ബുദ്ധി ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റൂല. ബുദ്ധിയിലെ ഖുർആൻ പഠിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഒരു 10 സൂറത്ത് സാധാരണക്കാരനെ കൊണ്ട് 10 സൂറത്ത് കാണാൻ പറയാം. ഒരു സൂറത്തുൽ ഇഖ്ലാസ് അറിയോ നിങ്ങൾക്ക്? അറിയാന്ന് എല്ലാവരും പറയും. എല്ലാവരും പറയും നിസ്കാരത്തിലൊക്കെ ഓതും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്. നിസ്കാരത്തിൽ ഓതും ഖുൽ ഹുവല്ലാഹു അഹദ്. പക്ഷേ ആരറിയാൻ? അവർ വിചാരിക്കും ഞാൻ ഓതുന്നത് ശരിയാണെന്ന്. ഗൈരിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഗൈരിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഭയങ്കരമായിട്ട് അങ്ങ് തൊണ്ടയുടെ അങ്ങ് അറ്റത്ത് നിന്ന് അങ്ങ് ജീവിതം പോലെ പറയുന്ന പോലെ ഗൈരിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നൊക്കെ പറയുന്നത് കേൾക്കാം നമുക്ക്. ആ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും അല്ലാഹ് പറച്ചിൽ. നമുക്കൂടെ ഒരു ഫാൻ കൊണ്ട് വെക്കൊരു ചങ്ങാതി. ഈ ഫാൻ അവിടെ വെറുതെ ആർക്കെങ്കിലും ഫായത ഉണ്ടോ? ആ ഫാൻ അവിടെ ഇരുന്നിട്ട് ആർക്കെങ്കിലും ഫായത ഉണ്ടോ? മലക്കുകൾക്ക് വേണ്ട ഫാന്, ജിന്നുകൾക്കും വേണ്ട, ഇൻസുകൾക്ക് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ടാക്ക്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മനസ്സിലാക്കിണ്ടാവും ഖുർആന്റെ ആയത്തുകൾ നമുക്ക് ഒരു ഡോട്ട്, ഖുർആനിലുള്ള അക്ഷരത്തിലെ ഒരു ഡോട്ട് തെറ്റിയാ പോയി, ഫാത്തിഹ പോയി. ലാ സ്വലാത്ത ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലല്ലേ, പോയില്ലേ? ഷാഫി മദ്ഹബ് അനുസരിച്ച് നിർബന്ധമായ കാര്യം തന്നെയാണ്. ഹനഫിയാക്കൾക്ക് പിന്നെ മുണ്ടാണ്ട് നിന്നാലും മതി, ഇമാമിനെ കൊണ്ട് അഡ്ജസ്റ്റ് ആക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ മദ്ഹബ് മാറിക്കും, ഹനഫിയിലേക്ക് മാറിക്കും. ഫാത്തിഹ പഠിക്കണം, അല്ലെങ്കിൽ ഫാത്തിഹ ഓതണം. ലാ സ്വലാത്ത ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാതെ നിസ്കാരം ശരിയാവില്ല. ആ ഫാത്തിഹ പഠിക്കണം, ഫാത്തിഹ പഠിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അതിന്റെ ഹർഫുകൾ, അതിന്റെ മഖ്റജുകൾ ഇത് പഠിക്കണം. അത് ഉസ്താദന്മാരടുത്ത് പോരുന്ന് പഠിക്കണം. നിങ്ങൾ
വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. 60 വർഷം 70 വർഷമൊക്കെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഖുർആൻ ഓതാൻ പഠിക്കണം. 10 സൂറത്ത് 20 സൂറത്തെങ്കിലും നമുക്ക് ഖുർആൻ ഓതി നിസ്കാരത്തിൽ അത് പടച്ചവനെ തെറ്റാതെ ഓതാൻ വേണ്ടി ഒരു ഉസ്താദിന്റെ മുന്നിൽ പോയിരുന്ന് 1000 റുപ്യ ഉസ്താദിന് കൊടുക്കണം പഠിക്കാൻ. ചുമ്മാ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിലയില്ലാത്തത്. ഫ്രീ ആയിട്ട് പഠിപ്പിക്കരുത്, അതിനൊരു വിലയില്ല. ഫ്രീ ആയിട്ട് പഠിപ്പിച്ചാൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവൂല. എന്തെങ്കിലും അധികകൾ കൊടുത്ത് പഠിക്കണം. ട്യൂഷന് പഠിക്കാൻ നിങ്ങൾ 1000 കൊടുക്കുന്നില്ലേ? മക്കളെ മെഡിക്കലിന് വിടാൻ വേണ്ടി 10,000 ലക്ഷങ്ങൾ കൊടുക്കുന്നില്ലേ? കോടിക്കണക്കിന് രൂപ കൊടുത്ത് MBBS MDക്ക് വേണ്ടി നിങ്ങൾ ഡിഗ്രി എടുക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദമാർക്ക് എന്തേ നിങ്ങൾക്ക് 10,000-20,000 റുപ്യ കൊടുത്താൽ അള്ളാന്റെ ഖുർആനോട് നിങ്ങൾക്ക് വിലയില്ല അല്ലേ? അള്ളാന്റെ ഖുർആനോട് വിലയില്ല. അവസാനം നിങ്ങൾ മടങ്ങുന്നത് ഈ ഖുർആനിലേക്കാണ്. നിങ്ങളുടെ മയ്യത്തിന് വേണ്ടി ഓതേണ്ടത് ഈ ഖുർആനാണ്. നിങ്ങളുടെ മയ്യത്ത് മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഓതേണ്ടത് ഖുർആനാണ്. നിങ്ങൾ ഈ മയ്യത്തിന് വേണ്ടി അതിയായി ചെയ്യുന്നത് ഖുർആനാണ്. ഈ മയ്യത്തിനോട് ഈസാല് തവാബ് ചെയ്യേണ്ടത് ഖുർആനാണ്. നിങ്ങൾ യാസീന ഓതുന്നത് ഖുർആനാണ്. ഫാത്തിഹ ഓതുന്നത് ഖുർആനാണ്. അപ്പൊ അതിന് വിലയില്ല, അതിന് വിലയില്ല. എഞ്ചിനീയർ, ഡോക്ടർ അത് പഠിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കും, അതിനുവേണ്ടി കോടികൾ നമ്മൾ ചെലവാക്കും. ഇതൊന്നും ആഖിറത്തിൽ ഫായിദയുള്ളതല്ല. ഇതൊന്നും ആഖിറത്തിൽ ഫായിദയില്ല. ഇപ്പൊ ഖബറിൽ ചെല്ലുമ്പോഴത്തേക്ക് നീ ഏത് ഡോക്ടറായിരുന്നു? MBBS, MD, ആരായിരുന്നു നീ? DCH, അതല്ല പിന്നെ MS, ആരായിരുന്നു നീ? ഇതെല്ലാം ചോദിക്കുക. നീ ഖുർആനിന്റെ അഹ്ലുകാരനാണെങ്കിൽ അതിനെ കുറിച്ച് ചോദ്യം ഉണ്ടാകും നിനക്ക്. ഖുർആന്റെ അഹ്ലുകാരനാണെങ്കിൽ പ്രത്യേകമായ ഗുണങ്ങൾ നിനക്ക് അവിടെ ഉണ്ടാകും. നീ ഖുർആൻ പഠിച്ചവനാണെങ്കിൽ, ഖുർആനുമായി ബന്ധമുണ്ടെങ്കിൽ നിനക്ക് പ്രത്യേകമായ അവിടെ നിനക്ക് അത് പ്രത്യേകമായ ഒരു ഗുണമുണ്ടാകും. അതിനു വേണ്ടി നമ്മൾ പഠിപ്പിക്കൂലേ? അതിന് പൈസ കൊടുക്കൂല. ഇന്ന് ഏറ്റവും കൂടുതൽ ശമ്പളം കുറഞ്ഞ ചെലവിൽ ജീവിക്കുന്നവരാ മൗലവിമാര്. വളരെ കുറഞ്ഞ പൈസ, കുറഞ്ഞ ശമ്പളം മാത്രം. പക്ഷെ എന്നാൽ മറ്റുള്ളവരെക്കാട്ടിൽ സുഭിക്ഷമായി ജീവിക്കുന്നവരാണ് അവർ. അൽഹംദുലില്ലാഹ്. ഇത് അല്ലാഹുവിന്റെ ബർക്കത്താണ്, ഇൽമിന്റെ ബർക്കത്താണ്, അല്ലാഹു കൊടുത്ത ഖുർആനിന്റെ ബർക്കത്താണ്. ഇത് ഖുർആൻ വിറ്റ് തിന്നലല്ല അവര്, ഖുർആൻ വിറ്റ് തിന്നലല്ല അവര്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഖുർആൻ നമ്മൾ പഠിക്കണം. പഠിച്ചവനെ ഞാൻ നിനക്ക് വേണ്ടി നമസ്കരിക്കുന്നു. ആ നമസ്കരിക്കുന്ന ആ റക്അത്തിലെ ഖുർആൻ ഓതാനുള്ള ചെറിയ സൂറത്തുകൾ ഉസ്താദിന്റെ മുന്നിൽ പോയിരുന്നൊന്ന് പഠിച്ച് അതിന്റെ ക്ലിയർ ആക്കി എടുക്കണം. അതിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉസ്താദെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് ഏതെങ്കിലും ഒരു ഇച്ഛ പോയിട്ട് പഠിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി സമയം മെനക്കെടുത്തിട്ടുണ്ടോ? എന്നാൽ ദുബായിലേക്ക് ഒരു ഷെഫിന്റെ ഒരു ചാൻസ് ഉണ്ട്, ഒരു തബ്ബാഖിന്റെ ഒരു ചാൻസ് ഉണ്ട്, ഒരു ഹൗസ് ഡ്രൈവറിന്റെ ഒരു ചാൻസ് ഉണ്ട്, കമ്പനിയിലെ സെയിൽസ്മാന്റെ ഒരു ചാൻസ് ഉണ്ട്. വയസ്സ് 40 45 50 കുഴപ്പമില്ല. 60 വയസ്സിനുള്ളിൽ നിനക്ക് വരാമെങ്കിൽ 2000 ദിർഹം ശമ്പളമുണ്ടെന്ന് പറഞ്ഞാൽ അവൻ എത്ര ലക്ഷങ്ങളോ 10,000ങ്ങളോ കൊടുത്തിട്ട് അവൻ പോയി ആ വിദ്യ പഠിക്കാൻ അവൻ തയ്യാറാകും. കാരണം ദുനിയാവിന്റെ പഠിത്തമാണ്, ഫുലൂസ് കിട്ടുന്ന പഠിത്തമാണ്. ആഖിറത്തിന്റെ വിഷയം പിന്നീടല്ലേ. പണം കിട്ടുന്നതിന് വേണ്ടി അവൻ ദുനിയാവിൽ എത്ര വേണമെങ്കിലും ചെലവാക്കും. പക്ഷേ അവന്റെ കണ്ണടഞ്ഞ് റൂഹ് അസ്തമിച്ച് അവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ച് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ ആ ഖബറിന്റെ ഉള്ളിൽ വരുന്ന മലക്കുകളുടെ മുന്നിൽ ഈ ഖുർആനുമായി ബന്ധമുള്ളവനാണെങ്കിൽ നീ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അതാണ് ഖുർആൻ. മലക്കളുടെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്താൻ ഖുർആൻ വരും സഹായിക്കാൻ. മലക്കളുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഖുർആൻ പറയും ഇലൈക്കാന്നാ, മാറി നിൽക്കണേ, മാറി നിൽക്കണേ. വഫീ ജൗഫിഹി കലാമുല്ലാഹ്, അവന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് അവനോട് ചോദ്യം ചെയ്യാൻ വരട്ടെ. മലക്കൾ പിടിച്ചു നിർത്തോടെ ചോദ്യം ചെയ്യാൻ വരട്ടെ. നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നത്? ഇത് ഖുർആനാണ്. അനൽ ഖുർആൻ, അനൽ ഖുർആൻ. ഇവൻ തന്നെ പറയാണ് അനൽ ഖുർആൻ, ഞാൻ ഖുർആനാണെന്ന്. കാരണം ഖുർആനുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ്. ഖുർആനുമായിട്ട് ബന്ധമുള്ള ഖബർ മുതൽ അവന് സുഖമാണ്. ആരും ഇനി അവന് വേണ്ടി ദുആ ചെയ്തില്ല എങ്കിലും അവൻ ആ ഖുർആനുമായി ബന്ധമുള്ളവനാണെങ്കിൽ അല്ലാഹു തആല അവനെ ഖബറിൽ സഹായിക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ടല്ലേ മഹാനായ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ കാന ഖുലുഖുഹു അൽ ഖുർആൻ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോ നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്, ഖുർആനാണ്. അതേ മദീനയിലൂടെ ഇരുകാലിൽ നടക്കുന്ന ഒരു ഖുർആന്റെ വൃക്ഷമാണത്. പല സൂറത്തുകളായ ശിഖരങ്ങൾ ലോകത്തോട് വ്യാപിപ്പിച്ചു പഠിപ്പിച്ചു കൊടുത്ത ഒരു ഖുർആനിന്റെ മരമാണ്. ലോകത്തിന്റെ നേതാവേ, ലോകത്തിന്റെ ജേതാവേ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനായിരുന്നു അവിടുത്തെ ജീവിതം.
ഖുർആനായിരുന്നു അവിടുത്തെ ജീവിതം. നമ്മുടെ ജീവിതമോ, ഞാനെന്നീ കോൺട്രാക്ടർ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടർ, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ, ഇതൊക്കെയാണ് നമ്മളുടെ ജീവിതം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജോലിയെ കുറിച്ച് ചോദിച്ചപ്പോ കാന ഖുലുഖുഹു അൽ ഖുർആൻ, അവിടുത്തെ ജീവിതവും അവിടുത്തെ സ്വഭാവവും ഇതൊക്കെ ഖുർആനായിരുന്നു. അവിടുത്തെ ജീവിതം അവിടുത്തെ സ്വഭാവമെല്ലാം ഖുർആനായിരുന്നു. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം. ഒരക്ഷരം തെറ്റാൻ പാടില്ല. അർത്ഥം മാറിപ്പോകും. അർത്ഥം മാറിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായില്ലേ? ഒരു ഫാത്തിഹ ഓതാത്ത ഒരാളുടെ നിസ്കാരം കൊണ്ട് എന്ത് ഫായിദ അല്ലാഹ്ക്ക്? നമ്മൾ നൂറുകണക്കിന് റക്അത്ത് നമസ്കരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല. ക്വാണ്ടിറ്റി വേണ്ട, ക്വാളിറ്റിയാണ് വേണ്ടത്. ഒരു നല്ല ഒരു ചായ, അത് ക്വാണ്ടിറ്റിയോ അല്ല ആവശ്യം, ക്വാളിറ്റിയോടുള്ള നല്ലൊരു ചായ. പാലൊക്കെ കുറച്ച് നല്ല ഒരു ചായ, അത് കുടിച്ചാൽ തലവേദന മാറണം. ക്വാളിറ്റിയാണ്, ക്വാണ്ടിറ്റി അല്ല വേണ്ടത്. കുറേ ക്വാണ്ടിറ്റി ഇട്ട് കാര്യമില്ല, കുറേ നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ അതിന്റെ ശുറൂത്തുകള്, അതിന്റെ ഫുറൂദുകള്, ഇത് മുഴുവനും നോക്കി കണ്ട് അതിന്റെ ആദാബുകള്, മര്യാദകൾ പാലിച്ചിട്ട് ഖുർആൻ ഓതി കരഞ്ഞു നിസ്കരിക്ക്. ഖുർആൻ ഓതി കരഞ്ഞു നിസ്കരിക്ക്. അതിനർത്ഥം മനസ്സിലാക്ക്. അതിന് ഉസ്താദന്മാരെ സമീപിക്ക്. അതിന് ഹാഫിളീങ്ങളെ സമീപിക്ക്. അതിന് മക്കളെ ഹാഫിളാക്ക്. മക്കളെ ഹാഫിളാക്ക്. ആ മക്കളടുത്ത് പറഞ്ഞ മോനെ അവിടെ ഇരിക്കും, ഉപ്പാക്ക് ഞാൻ ഓതിത്തരാം, ഞാൻ ഓതാം, ഇത് ശരിയാണോ എന്ന് നീ ഒന്ന് നോക്കും മോനെ. ഉപ്പ ഓതുന്ന ഫാത്തിഹയിലെ തെറ്റ് നീ തിരുത്തിത്താ മകനെ എന്ന് പറയാൻ ഏതൊരു ഉപ്പ ഉണ്ട്? ഈ മകനോട് ഖുർആൻ ഓതാൻ പറയില്ലേ? നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. സുബ്ഹി നമസ്കാരം കഴിഞ്ഞ പാടെ സൂറത്ത് യാസീൻ ഓത്, സൂറത്തുൽ മുസമ്മിൽ ഓത്. പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ ആ വീട്ടിൽ ഇടങ്ങേറ് മാറും. അത് ഓതാൻ തയ്യാറല്ല. സൂറത്തുൽ ബഖറ ഓത്, 2.5 ജുസു ആരോതും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓത്. നിങ്ങളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തും. സൂറത്തുൽ ദുഖാൻ ഓത്. നരകത്തിൽ പ്രവേശിക്കൂല. സൂറത്തുൽ വാഖിയ ഓത്. കടമുണ്ടാവൂല. ഖുർആൻ ശിഫയാ. ഖുർആൻ നമുക്ക് പഠിപ്പിച്ച നിയമങ്ങളാണ് ഇതെല്ലാം. ഇത് നസ്സാണ്, ഇത് ഉറപ്പാണ് കാര്യം, ഇത് ഉറപ്പാണ്, ഇത് സംഭവം. ഇതിൽ യാതൊരു സംശയവും വേണ്ട നമുക്ക്. അതുകൊണ്ടാണ് ഖുർആനിനെ നിഷേധിച്ചാൽ അവൻ കാഫിറായി, ഖുർആനിന്റെ നിയമങ്ങളെ നിഷേധിച്ചാൽ അവൻ കാഫിറായി. അതുകൊണ്ട് അള്ളാന്റെ നിയമമാണ് നമ്മളെ ഇവിടെ പഠിപ്പിച്ചപ്പോ ഹിജാബ് എന്ന് പറയുന്നത് ഖുർആന്റെ നിയമമാണത്, ഖുർആനിന്റെ നിയമമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമം പോലും അല്ലാതെ അത് ഖുർആനിന്റെ നിയമമാണ്, അത് അള്ളാന്റെ നിയമമാണ്. അതിനെ എതിർത്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആർക്കും ഒരു ശല്യമില്ലാത്ത കാര്യമാണത്. കുല്ലിൽ മുഅ്മിനാത്ത് യഗ്ളുന്ന മിൻ അബ്സാരിഹിം വയഹ്ഫൾന ഫുറൂജഹുൻ വലാ യുബ്ദീന സീനതഹുൻ ഇല്ലാ മാ ളഹറ മിൻഹാ വൽയദ്രിബ്ന ബിഖുമുരിഹിൻ അലാ ജുയൂബിഹിൻ وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس إلى البيت ويطهركم تطهيرا. പരിശുദ്ധമായ ഖുർആന ഓർക്കണേ ബുദ്ധിമതികളായ സഹോദരിമാരെ, ഒരുപാട് ഇംഗ്ലീഷിൽ വാക്കസറത്ത് നീ നടത്തിയേക്കാം, നീ ഒരു പക്ഷേ സാഹിത്യ സമ്പുഷ്ടയായേക്കാം, നീ ഒരു പക്ഷേ മെഡിക്കലിൽ 1ാം റാങ്ക് വാങ്ങിയവളായിരിക്കാം. എങ്കിൽ പരിശുദ്ധമായ ഖുർആൻ വളരെ സരള ശൈലിയോടെ അതിന്റെ യഥാവിധിയോടെ ഓതാൻ എന്റെ പൊന്നു പെങ്ങളെ നിനക്കറിയോ? ബഹുമാനപ്പെട്ട പ്രവാചകൻ
പ്രവാചകന്റെ പ്രിയതമകളായ ഭാര്യമാരെ കുറിച്ച് നിങ്ങൾക്കറിയോ? അവർ നിങ്ങളുടെ മാതാക്കളാണ്, അവർ നിങ്ങളുടെ ഉമ്മമാരാണ്, അവർ നിങ്ങളുടെ നേതൃത്വം അലങ്കരിക്കുന്ന മഹദീരത്നങ്ങളാണ്. ഇന്ന് നമുക്ക് മഹിളാ രത്നങ്ങളുണ്ട്, മഹദിമാരുടെ അധ്യക്ഷകളുണ്ട്. പക്ഷെ ഇവരൊന്നുമല്ല നമുക്ക് വഴികാട്ടികൾ. നമ്മുടെ യഥാർത്ഥ വഴികാട്ടി ലോകത്തിന്റെ പ്രവാചകനായ, ലോകത്തിന്റെ നായകനായ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയതമകളായ തരുണികളായ നമ്മുടെ ഉമ്മമാരാണ്. അവരിൽ പെട്ടവരല്ലയോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ 2365 ഹദീസ് മനനം ചെയ്ത മഹദിയാണ് കേട്ടോ. ഒരാൾ ഒരു സംസാരം നടത്തിയാൽ മാത്രം മതി, അവിടെ വീഡിയോ വേണ്ട, അവിടെ റെക്കോർഡ് വേണ്ട. ആരാണോ പറയുന്നത് അത് ആയിഷ ബീവി തന്റെ കാതിലൂടെ കേട്ടാൽ മതി, അപ്പോൾ തന്നെ അവർ അത് മനനം ചെയ്യുകയായി. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു കാര്യം ഒരൊറ്റ പ്രാവശ്യം അത് പറഞ്ഞാൽ മതി, ആയിഷ റളിയല്ലാഹു തആല അൻഹാ അത് ബൈഹാർട്ട് ആക്കുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പോലും അവരെ കുറിച്ച് പറഞ്ഞത് കാനത്ത് ഫഹാമാ, ഏറ്റവും നല്ല ബുദ്ധിജീവിയാണ്, ബുജിയാണ് മഹദിയായ ആയിഷ. നല്ല ബുദ്ധിയുള്ളവർ. 2365 ഹദീസ് കാണാതെ പഠിച്ചു. എന്റെ ഈ നാട്ടിലുള്ള സഹോദരിമാരെ, വഅദ് കേൾക്കാൻ നിങ്ങൾ ഒരുപാട് പേരുണ്ടെന്ന് ഇവിടുത്തെ ഉസ്താദന്മാരടക്കം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എണ്ണി നോക്കിക്കോ, ഒരു 53 പെണ്ണുങ്ങൾ കാണും അവിടെ. ഇനി 5 പെണ്ണുങ്ങൾ ഉണ്ടാകട്ടെ, പരിശുദ്ധ പ്രവാചകന്റെ പൊന്ന് പ്രിയതമയായ ആയിഷയെ പോലെ ഒരു 2000 വേണ്ട, 200 വേണ്ട, 20 ഹദീസ് മനനം ചെയ്ത പെണ്ണ് ഈ നാട്ടിലുണ്ടോ? പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ചോദിക്കായിരുന്നു, അറിയാവോ? ഉണ്ടെങ്കിൽ ഒരു എഴുത്തെഴുതി കൊടുത്തുവിടെ. എനിക്കറിയാം ഉസ്താദ് 20 ഹദീസ് എനിക്ക് കാണാതെ അറിയാവുന്ന ഒരു എഴുത്തെഴുതി കൊടുത്തുവിടെ. ഞാൻ സന്തോഷിക്കട്ടെ, ജനങ്ങളോട് പറഞ്ഞ് ഞാൻ സന്തോഷിക്കും. ലൈവിലൂടെ എല്ലാവരും കാണുന്നുണ്ട്. ഈ കുനിലുള്ള ഒരു പെണ്ണ്, എനിക്ക് 20 ഹദീസ് അറിയാം, 40 ഹദീസ് അറിയാം, മനപ്പാഠം ചെയ്ത് എനിക്കറിയാമെന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ പറയട്ടെ, ധൈര്യത്തോടെ പറയാം. പണ്ടൊക്കെ ഹാഫുൽ എന്നൊക്കെ പറയുന്നത് ഖുർആൻ കാണാപ്പാടാക്കുന്നവർക്കല്ല, ഹദീസ് കാണാപ്പാടാക്കുന്നവർക്കായിരുന്നു ഹാഫുൽ. ഹദീസ് കാണാപ്പാടാക്കുന്നവർക്കായിരുന്നു ഹാഫുൽ എന്ന് പറയുക. ഇപ്പൊ അത് മാറ്റി ഖുർആൻ മനപ്പാടാക്കുന്നവരായി ഹാഫുൽ എന്നായി. ഖുർആൻ മനപ്പാടാക്കുന്നവരെ ഹാഫുള്ളായി. ഹദീസ് മനപ്പാടാക്കുന്നവരെ കുറിച്ചാണ്. ഇപ്പൊ ഖുർആൻ മനപ്പാടത്തിലേക്ക് എല്ലാവരും കറങ്ങപ്പോ ഹദീസ് മനപ്പാടാക്കുന്നത് അതൊക്കെ അങ്ങോട്ട് വിട്ടു. മഹാന്മാരായ നമ്മുടെ ഷാഫി ഇമാം, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മാലിക് ഇമാം, ബഹുമാനപ്പെട്ട ഹംബലി ഇമാം റളിയല്ലാഹു തആല ലക്ഷക്കണക്കിന് ഹദീസ് കാണാതെ പഠിച്ചത്. ലക്ഷക്കണക്കിന് ഹദീസ്, 10 ലക്ഷം ഹദീസുകൾ ഇവർ ഇതൊക്കെ പഠിച്ച് ഗവേഷണം നടത്തിയിട്ടാണ് നമുക്ക് ഈ പരിശുദ്ധമായ ഈ മദ്ഹബ് നമുക്ക് അതവിടെ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത്. അല്ല, വെറുതെ ഒന്നുമല്ല, അവർ മാറി കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമല്ല. ആ ഹദീസിനെ കുറിച്ച് നല്ലപോലെ ഗവേഷണം നടത്തി അത് കല്ലും നെല്ലും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് ഇസ്തിംബാത്ത് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഇത് പഠിപ്പിച്ചത് ഓരോരുത്തർ. അത് വെറുതെ ഒന്നുമല്ല. മഹാന്മാരെന്ന് പറഞ്ഞാൽ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. വളരെ ത്യാഗം സഹിച്ചവരാണ്, വളരെ കഷ്ടപ്പെട്ടവരാണ്. നമ്മൾ ഈ അനുഭവിച്ച സുഖങ്ങളൊന്നുമല്ല അവരനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവരെന്ന് പ്രകീർത്തിക്കപ്പെടുന്നത്. അല്ലാഹു തആല അവരുടെ ദർജാത്തുകൾ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾക്കും അവർക്കും സ്വർഗ്ഗത്തിൽ അല്ലാഹു സ്ഥാനം നൽകട്ടെ. അവരുടെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ 2365 ഹദീസ് മനനം ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തു. സ്ത്രീകൾക്ക് എന്താണ് ഉപദേശം എന്ന് ഞങ്ങൾ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ 70ഓളം ഹദീസ് റിവായത്ത് ചെയ്തു, അത് പഠിപ്പിച്ചു കൊടുത്തു. അവരും ബുദ്ധിമതിയായ സ്ത്രീയായിരുന്നു. ആ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിൽ വെച്ചാണ് പരിശുദ്ധമായ ആയത്ത് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പോയി ചോദിക്കുമായിരുന്നു,
ഹിജ്റ ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സഹോദരിമാർ, അവരെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നില്ല ഖുർആനിൽ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, പരിശുദ്ധമായ ഹിജ്റയെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്ത്രീകളെ കുറിച്ച് പരാമർശമുണ്ടോ നബിയേ? സ്ത്രീകളെ കുറിച്ച് കാണുന്നില്ലല്ലോ, പുരുഷന്മാരെ കുറിച്ചാണല്ലോ ഈ പരാമർശം. എന്തേ നബിയെ, ഞങ്ങൾ എന്താ ഒന്നുമല്ലേ? സ്ത്രീകൾ എന്ന് പറഞ്ഞ ഒന്നുമല്ലേ? നോക്കണം, ആ ഉമ്മു സലമ എന്ന ബുദ്ധിമതിയായ പെണ്ണ്. ഇതാണ് പെണ്ണിന്റെ ചോദ്യം, അങ്ങനെ ചോദിക്കണം പെണ്ണ്. ഉടനെ അല്ലാഹു തആല ഇതായത്തിറക്കുന്നു, ഫല്ലദീ ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളീഉ അമല ആമിലിൻ മിൻകും മിൻ ദകരിൻ ഔ ഉൻസാ. അല്ലാഹു അവരുടെ ആവശ്യം സ്വീകരിച്ചിരിക്കുകയാണ്. ആരാണോ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു നന്മ ചെയ്തിട്ടുണ്ടോ അവർക്കതിന്റെ തുല്യ പ്രതിഫലം ലഭിക്കുമത്രേ. പെണ്ണായതിന്റെ പേരിൽ അല്ലാഹു കുറയ്ക്കൂല, ആണായതിന്റെ പേരിൽ കൂടുതൽ കൊടുക്കുകയുമില്ല. ആരാണോ മൻ ആമില സാലിഹം മിൻ ദകരിൻ ഔ ഉൻസാ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ ومن يعمل من الصالحات من ذكر أو أنثى فأولئك يدخلون الجنة ولا يظلمون نقيرا. ആണാകട്ടെ പെണ്ണാകട്ടെ, ആരാണോ ഒരു നന്മ ചെയ്യുന്നത് അവർക്ക് തുല്യ പ്രതിഫലമാണ്. അവർക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും സുഭിക്ഷമായ ജീവിതം നാം വാഗ്ദാനം ചെയ്യുകയാണ്. അവരെ നാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ എന്ന ഒരു പെണ്ണിന്റെ ചോദ്യത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയത്തിറക്കിയെങ്കിൽ, എന്റെ കുരിയിലെ സഹോദരിമാരെ, ഒരു ഖുർആനിന്റെ ആയത്തിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്ന ചോദ്യം ഉന്നയിക്കാറുണ്ടോ എന്റെ പൊന്നുപെങ്ങളെ? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ ഖുർആനിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടല്ലോ, ഈ ഹിജാബ് ഒക്കെ ഉണ്ടല്ലോ, ഖുർആനിൽ എവിടെ ഉസ്താദെ ഹിജാബ്, അല്ലെങ്കിൽ ഹിജാബിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഹിജാബുമായിട്ട് എന്താണ് ഖുർആന്റെ പ്രതിവിധി, എന്താണ് നിയമം, എന്താണ്? ഉമ്മു സലമ ചോദിക്കല്ലേ ഇതൊക്കെ, ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ? അഹ്ലു ബൈത്തുകളെ കുറിച്ച് ആയത്തിറങ്ങുകയാണ്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തുകളെ എല്ലാ ഇടങ്ങേറിൽ നിന്ന്, കുഫറുകളിൽ നിന്ന്, റിജ്സുകളിൽ നിന്ന്, നജീസുകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് അല്ലാഹു സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ആയത്ത് ഇറങ്ങിയത് ബഹുമാനപ്പെട്ട ഉമ്മു സലമയുടെ വീട്ടിൽ വെച്ചാണ്. അഹ്ലു ബൈത്തുകളെ കുറിച്ചുള്ള ആയത്ത് ഇറങ്ങി. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വെച്ച് ഇറങ്ങുന്ന ഈ ആയത്ത്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറാ. അല്ലാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരണം നടത്താനാണ്, നിങ്ങളെ ശുദ്ധിയാക്കാനാണ് എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദആ ഫാത്തിമത വഹസനൻ വഹുസൈൻ, ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹയെയും അടുത്തേക്ക് വിളിപ്പിക്കുകയായി. അടുത്തേക്ക് വിളിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹയെ ഫാത്തിമ ബീവി അടുത്തേക്ക് വിളിച്ചു. ഫജഅലഹും ബികിസായിൻ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുബാറക്കായ ചാദിറെ മുബാറക് നബി തങ്ങളുടെ കൈ ശരീരത്തിൽ കിടന്ന ആ പുതപ്പ് കൊണ്ട് അവരെ മൂടുകയാണ്. മകളെയും പേരമക്കളെയും അല്ലാഹുവിന്റെ റസൂൽ മൂടുകയായി. വഅലിയുൻ ഖൽഫ ലഹരിഹി, നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പിന്നാലെയാണ് അലിയാർ തങ്ങൾ ഇരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. ഫജഅലഹു ബികിസായിൻ, മറ്റൊരു പുതപ്പിട്ട് ബഹുമാനപ്പെട്ട ഒരു പുതപ്പിന്റെ അഗ്രത്തിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെയും ചേർത്ത് പിടിക്കുകയായി. ശേഷം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുമ്മ ഹൗലായി മിൻ അഹ്ലി ബൈതി, അല്ലാഹുവേ ഇവർ എൻ്റെ അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്. അഹ്ലു
അഹ്ലു ബൈത്തിന്റെ പട്ടം കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. തങ്ങന്മാരെന്നുള്ള പട്ടം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തുണിയിട്ട് ഇവരെ ഇങ്ങനെ മൂടിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ ഇതെന്റെ അഹ്ലു ബൈത്തുകളാണ്. ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ തൊട്ടടുത്ത് നിൽക്കുന്നു. ഉമ്മു സലമ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ വ അന മഅഹും, ഞാനും അഹ്ലു ബൈത്തിൽ പെട്ടതല്ലേ, എന്നെയും കൂടെ അഹ്ലു ബൈത്താക്കുവോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഅൻത അലാ ദാലികി വഅൻതി അലാ ദാലികി വഅൻതി അലാ ഖൈർ, നീ നല്ലവളാണ്, നല്ല മാർഗത്തിലാണ്, പക്ഷേ നിനക്ക് നിന്റേതായ സ്ഥാനമാണ്. അഹ്ലു ബൈത്തായിട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല, നീ ഭാര്യയാണ്, നിനക്ക് നിന്റേതായ സ്ഥാനമുണ്ട്. അഹ്ലു ബൈത്തായിട്ട് ഞാൻ സ്വീകരിക്കുന്ന ഇവരെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് പിടിച്ചു. ഈ ആയത്ത് ഇറങ്ങിയത് ഉമ്മു സലമയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. ഉമ്മു സലമ അവിടെ ചോദിച്ചുകൊണ്ടോ, ബുദ്ധിമതിയായ ഉമ്മു സലമ, കുറഞ്ഞ കാര്യമൊന്നുമില്ല. ഉമ്മു സലമ റളിയല്ലാഹു തആല പിന്നെ ചോദിച്ചു, ഒരു ആയത്തിറങ്ങി, പുരുഷന്മാർക്ക് ഞങ്ങളെക്കാട്ടിലും കൂടുതൽ പൈസ ഉണ്ടല്ലോ അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ, പുരുഷന്മാർക്കാണല്ലോ ഈ സമ്പത്തിൽ, നിങ്ങൾ ഈ വറാസത്തിൽ കൂടുതൽ കിട്ടുന്നത്, ഞങ്ങളെക്കാളും കൂടുതൽ അവർക്കാണല്ലോ. ഞങ്ങളെ എന്താ ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ കുറച്ചു തള്ളി പിന്നെ പിന്നോക്കം പറഞ്ഞ് ഞങ്ങൾക്കൊരു വിലയില്ലാത്തതാക്കിയത് എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റൂലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വഹി വരണം പടച്ചവന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ തീരുമാനം വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിച്ചു. ഫനസലൽ വഹി, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇദാ വഹി വരികയാണ്, ആയത്ത് ഓതി കൊടുക്കുകയാണ്. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബി ബഅലകും അലാ ബഅൽ ലിർരിജാലി നസീബും മിമ്മാ ഇക്തസബൂ വലിന്നിസാഇ നസീബും മിമ്മാ ഇക്തസബ്ന വസ്അലുല്ലാഹ മിൻ ഫളി. അല്ലാഹു ചിലർക്ക് ചിലരെക്കാൾ ആദരവ് കൊടുക്കും, മഹത്വം കൊടുക്കും. അതിന്റെ പേരിൽ നിങ്ങൾ ആവശ്യമില്ലാത്തത് ചോദിക്കരുത്, പറയരുത്, ആഗ്രഹിക്കരുത്. ഇത് അല്ലാഹു ചിലർക്ക് ചില പദവികൾ ഉയർത്തി കൊടുക്കുന്നതാണ്. ഉമ്മു സലമ ചോദിച്ചതിന് മറുപടിയാണ്, ലിർരിജാലി നസീബും മിമ്മാ ഇക്തസബൂ വലിന്നിസാഇ നസീബും മിമ്മാ ഇക്തസബ്ന. പെണ്ണ് സമ്പാദിച്ചത് പെണ്ണിന് അവകാശപ്പെട്ടതാണ്, ആണ് സമ്പാദിച്ചത് ആണിന് അവകാശപ്പെട്ടതാണ്. സ്ത്രീകളെ സമ്പാദിച്ച പണം അവളുടെ അനുവാദമില്ലാതെ എടുക്കാൻ പുരുഷന്മാരെ നിങ്ങൾക്ക് അവകാശമില്ല. എന്നാൽ പുരുഷന്മാരുടെ സമ്പത്ത് നമ്മുടെ അനുവാദമില്ലാതെ എടുക്കാൻ അല്ലാഹു അവർക്ക് അനുമതി നൽകി. അതാണ് സ്ത്രീ പുരുഷ ബന്ധം. സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞത് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം. അവര് സമ്പാദിച്ചത് അവർക്കുള്ളത് തന്നെയാണ്, നമ്മൾ സമ്പാദിച്ചത് നമ്മൾക്കുള്ളതാണ്. ആണുങ്ങൾ സമ്പാദിച്ചത് ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾ സമ്പാദിച്ചത് പെണ്ണുങ്ങൾക്ക്. പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയ ആയത്തല്ലേ ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട്. അപ്പൊ സ്ത്രീകൾ ഖുർആൻ പഠിച്ചു, അവരത് മനസ്സിലാക്കി, അവർ ജീവിച്ചു. അവർ ജീവിതത്തിൽ എന്തെങ്കിലും തന്റെ ജീവിതത്തിൽ വല്ലതും കുറഞ്ഞു പോകുമോ എന്ന് കരുതിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടി ഇറങ്ങി. അല്ലാഹുവിന്റെ റസൂലേ, പുരുഷന്മാർ യുദ്ധം ചെയ്യുന്നു, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല. അവർക്ക് കൂലി കൂടുതൽ ലഭിക്കുന്നു, ഞങ്ങൾക്ക് കൂലിയില്ല. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ട നബി തങ്ങളോട് പോയി പറയുകയാണ്, കണ്ടോ അവർക്ക് കൂടുതൽ കൂലി, അവർ യുദ്ധത്തിന് പോകുന്നു, അവർ പള്ളിക്ക് നിസ്കരിക്കാൻ പോകുന്നു, അവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടുന്നു, അവർ സദഖ ചെയ്യുന്നു. നമ്മൾ പെണ്ണുങ്ങൾ അടുക്കളയിൽ പണിയെടുത്തിട്ട് ഇങ്ങനെ തന്നെ കുത്തിപ്പിടിച്ചിരിക്കലാണ്, നമുക്ക് കൂലിയൊന്നും ഇല്ലല്ലോ നബിയെ, നമ്മളെന്താ നബിയെ ഇങ്ങനെ ആയി പോയത്? നസലൽ അമീൻ മലക്ക് ജബ്രഈൽ അലൈഹിസ്സലാം. ബുദ്ധിയുള്ള പെണ്ണ് ചോദിക്കണം. ഉടനെ ആയത്ത് അല്ലാഹു തആല ഇറക്കി, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ ഖാനിതീന വൽ ഖാനിതാത് വസ്സാദിഖീന വസ്സാദിഖാത്
والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. الله تعالى ഒരു പെണ്ണിന്റെ ചോദ്യത്തിന് സൗണ്ട് അല്ലാഹു തആല പെണ്ണിന്റെ ആ ചോദ്യത്തിന് മറുപടി ഇറക്കി. ആണ് ചെയ്താൽ കൂലിയുണ്ട്, ഞങ്ങൾക്ക് കൂലിയില്ലേ എന്ന് ചോദ്യം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തത്? സ്ത്രീ സമത്വം, തുല്യ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വാദിക്കുന്നുണ്ടല്ലോ കുറെ ആളുകൾ. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം. എങ്ങനെയാ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം നൽകുക? കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് കൊടുക്കണം. ഫുലൂസിൽ നിങ്ങൾ കൊടുക്കണം. ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന് കൊടുക്കുന്ന ശമ്പളം 6000 രൂപ, അതേ ജോലി എടുക്കുന്ന ഒരു പുരുഷന് 16000 രൂപ. നിങ്ങൾ എന്താ അങ്ങനെ കാണിക്കുന്ന നീതി വ്യത്യാസം? അത് തെറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒരാണിനെയും ഒരു പെണ്ണിനെയും ഒരു ഷോപ്പിൽ നിർത്തിയാൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് പെണ്ണാണ്, ആണല്ല. ആണിങ്ങനെ അവൻ ഇങ്ങനെ കുത്തി മൊബൈലും കളിച്ച് ഓലോടെ ഇടയ്ക്ക് ചുറ്റിച്ചിരിക്കും. ഇവളെ പണി മൊത്തം ഏൽപ്പിക്കും. ഇവള് രാവിലെ വരണം, കട തുറക്കണം, തൂക്കണം, അടിച്ചു വാരണം, കക്കൂസ് കഴുകണം, വൃത്തിയാക്കണം, കടിഞ്ചായ കട്ടൻ ചായ ഇട്ട് വെക്കണം, ഇതെല്ലാം ചെയ്യണം. കമ്പ്യൂട്ടറിലെ പണി മുഴുവൻ എടുക്കണം. ഓക്ക് കൊടുക്കുന്നത് 6000 രൂപ. വന്ന് കൊട്ടേഷൻ വിട്ടിട്ട് പോകുന്ന പുരുഷന്മാർക്ക് കൊടുക്കുന്ന പൈസ 10000 15000 രൂപ. എവിടെ നീതി? തെറ്റാണ്, അധർമ്മമാണ്. ഇത് പെണ്ണിനോട് കാണിക്കുന്ന ക്രൂരതയാണ്. അല്ലാഹ് അങ്ങനെ ചെയ്തിട്ടില്ല. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമായ പുരുഷനും മുസ്ലിമത്തായ സ്ത്രീയും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസിയായ പുരുഷനും വിശ്വാസിനിയായ സ്ത്രീയും, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, അനുസരണയുള്ള പുരുഷന്മാരും അനുസരണയുള്ള സ്ത്രീകളും, വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യസന്ധനായ പുരുഷനും സത്യസന്ധയായ സ്ത്രീകളും, വൽ ഖാശിഈന വൽ ഖാശിയാത്ത്, വിനയാന്വിതനായ പുരുഷനും വിനയമുള്ള പെണ്ണും, വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ധർമ്മം ചെയ്യുന്ന പുരുഷനും ധർമ്മം ചെയ്യുന്ന സ്ത്രീകളും, വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന പുരുഷനും നോമ്പെടുക്കുന്ന സ്ത്രീകളും, വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, തന്റെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുന്ന പുരുഷന്മാരും ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകളും, വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്ത്, ധാരാളം അല്ലാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാരും ധാരാളം അല്ലാഹുവിനെ സ്മരിക്കുന്ന സ്ത്രീകളും, അഅദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ, അല്ലാഹു അവർക്ക് ഉന്നതമായ വണ്ണമായ പ്രതിഫലമാണ് നൽകുക. ഒരൽപ്പം പോലും അല്ലാഹു തആല കുറയ്ക്കൂല. ഒരൽപ്പം പോലും അല്ലാഹു കുറയ്ക്കൂല. ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. ആണിനും പെണ്ണിനും തുല്യസ്ഥാനം, കൂലി കൊടുത്തു അല്ലാഹു തആല. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് വിഭാവനം ചെയ്യുന്നത്. ഇത് നമ്മൾ പഠിക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് അറിയാതെ, എനിക്ക് ഖുർആന്റെ നിയമങ്ങൾ അറിയാതെ ഒരു ജഡ്ജിക്കും വിധിക്കാൻ പറ്റില്ല. ജഡ്ജിമാർ ഖുർആൻ പഠിക്കട്ടെ. ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് തലമറയ്ക്കണം എന്നുള്ളത്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇത് അള്ളാന്റെ നിയമമാണ്. അവന്റെ ദീനനുസരിച്ച് ജീവിക്കലാണ്. മദ്രസയിൽ പിച്ച വെച്ച കാല് വെച്ച് നടക്കുന്ന ആ കാലഘട്ടം മുതൽ കുഞ്ഞുമക്കൾ തലയിൽ തട്ടമിട്ടുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് ആർക്കും അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല. ഇതൊരു വർഗീയ വേഷവുമല്ല. ഇതിലെന്ത് വിഭാഗീയത ഇരിക്കുന്നു? ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഖുർആൻ പഠിക്കാൻ വരുന്ന പെണ്ണിന് തർബിയത്ത് കൊടുക്കുന്ന, തസ്കിയത്ത് കൊടുക്കുന്ന സ്ഥാപനമാണ് മതപാഠശാലകൾ. അവിടെ തീവ്രവാദ കേന്ദ്രങ്ങളല്ല. അവിടെ എങ്ങനെ നീ ഔറത്ത് മറയ്ക്കണം, എങ്ങനെ നീ സംസാരിക്കണം, എങ്ങനെ ഒളിവെടുക്കണം, എങ്ങനെ ഖുർആൻ ഓതണം, എങ്ങനെ നമസ്കരിക്കണം, ഇത് മുഴുവനും പഠിപ്പിക്കുന്ന പരിശുദ്ധമായ പാഠശാലകളാണ് മദ്രസകൾ. അവിടെയാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചത്. തലമറയ്ക്കണം, സ്ത്രീകൾ തലമറയ്ക്കട്ടെ, സ്ത്രീകൾ തലമറയ്ക്കട്ടെ.
ولا يبدين زينتهن إلا ما ظهر منها. എവിടെയാണോ തുറന്നിടാൻ അല്ലാഹു തആല അവളോട് പറഞ്ഞത് അത് മാത്രം അവൾ തുറന്നിടട്ടെ, അല്ലാതെ അവളുടെ സൗന്ദര്യം അവൾ വെളിപ്പെടുത്താൻ പാടില്ല. വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഹിജാബ് എന്ന വാക്ക് അല്ലാഹുവിന്റെ വാക്കാണ്, അവന്റെ വചനങ്ങളാണ്. സ്ത്രീകളോട് നിങ്ങൾ വല്ലതും ചോദിക്കണമെങ്കിൽ ഹിജാബിനപ്പുറത്ത് നിന്ന് ചോദിക്കട്ടെ, മറയ്ക്കപ്പുറത്ത് നിന്ന് ചോദിക്കട്ടെ. ഇത് ഇന്നലെ ഇന്നും കണ്ടിറങ്ങിയ സാധനമാണ് ഇത്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. അത് നിങ്ങളുടെ കൽബുകൾക്ക്, നിങ്ങളുടെ ഹൃദയങ്ങളിലെ രോഗങ്ങൾക്ക് അതിനൊരു പരിഹാരം കാണാൻ ആ മറയ്ക്കപ്പുറത്ത് നിന്ന് സംസാരിക്കൽ നിങ്ങൾക്ക് അനുകൂലമാകും. കാരണം എന്താണെന്നറിയോ? സ്ത്രീകളെ നേരിട്ട് പോയി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവളുടെയും അവരുടെയും ശബ്ദത്തിലും സൗന്ദര്യത്തിലും വീണിട്ട് നമ്മുടെ കൽബിലൊരു വല്ലാത്ത രോഗം ഉണ്ടാകും. ആ രോഗത്തിന്റെ പേരാണ് നമ്മൾ പറയുന്നത് ഞരമ്പ് രോഗം. ഇത് ഖുർആൻ പറഞ്ഞ വാക്കാണ്. فلا تخضعن بالقول فيطمع الذي في قلبه وقلن قولا معروفا. സ്ത്രീകളെ, അന്യപുരുഷന്മാര് നിങ്ങളെ സമീപിക്കുമ്പോ, നിങ്ങളോട് അവർ സംസാരിക്കുമ്പോ അവരുടെ നേരെ പോയി നിങ്ങൾ സംസാരിക്കരുത്, മറയ്ക്കപ്പുറത്ത് നിന്ന് സംസാരിക്കണം. അനുനയ സ്വരത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. കാരണം വരുന്ന വ്യക്തിയുടെ മനസ്സ്, അവന്റെ ഉള്ളിൽ എന്താണെന്ന് നിനക്കറിയില്ല. അല്ലാഹുവാണ് പറഞ്ഞത് വഫീ ഖൽബിഹി മറൽ, അവന്റെ കൽബിൽ ചില രോഗമുണ്ട് കേട്ടോ. അതുകൊണ്ട് മാന്യമായി സംസാരിച്ചവനെ നിങ്ങൾ വിട്ടേക്കണേ. ചായ കുടിച്ചിന, വെള്ളം കുടിച്ചിന, ഇതൊന്നും നമ്മൾ അങ്ങനെ ഞെളിഞ്ഞ് സംസാരിക്കാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ സംസാരിക്കണം. മുസ്കാൻ സംസാരിച്ചതുപോലെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പോയില്ലേ? മുസ്കാൻ ബീവി വിളിച്ചില്ലേ? ധൈര്യത്തോടു കൂടി. ഇത് അല്ലാഹുവിന്റെ ഷിആറാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. എനിക്ക് അല്ലാഹുവാണ് സഹായം. അത് അല്ലാഹ് പറഞ്ഞ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിയതൻ ഫസ്ബുതൂ വദ്കുറുല്ലാഹ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, ഇസ്ലാമിന്റെ പ്രതിയോഗികൾ നിങ്ങളെ വളഞ്ഞാൽ ഭയപ്പെട്ട് ഓടണ്ട. ഫസ്ബുതൂ, അവിടെ നിങ്ങൾ നിലയുറച്ചു നിൽക്കണേ. വദ്കുറുല്ലാഹ കസീറാ, ഉറക്കെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി തക്ബീർ മുഴക്കിക്കോ, ദിക്റുകൾ ചൊല്ലിക്കോ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് അവിടെ വിജയം സുനിശ്ചിതമാണ്. ഖുർആനല്ലേ? മുസ്കാൻ ബീവി അങ്ങനെ ചെയ്തു. മുസ്കാൻ ബീവി അല്ലാഹ് സഹായിച്ചു. ആരെല്ലാം തൊട്ടോ അവളെ? ആ തന്റെ അവിടെ കാണിച്ചു. ആരുമില്ല. ولما غشيته المشركون نزل عن بعيلته. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അക്രമികൾ വളഞ്ഞ സമയത്ത് തന്റെ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി സഹാബാക്കൾ എല്ലാവരും ഓടിപ്പോയി. ആരുമില്ല, തനിച്ചായിട്ട് ഒറ്റപ്പെട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അവിടെ സധൈര്യം എന്നുകൊണ്ട് പറഞ്ഞു, വാടാ, ധൈര്യമുള്ളവൻ കടന്നു വാടാ. അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ, ഞാൻ അബ്ദുല്ലായുടെ മകൻ മുഹമ്മദാണ്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. ധൈര്യമുണ്ടെങ്കിൽ കടന്നു വാ. അന നബിയുൽ കദിബ്, ഞാൻ സത്യത്തിന്റെ പ്രവാചകനാണ്. കള്ളനല്ല, വഞ്ചകനല്ല, ചതിയനല്ല. ധൈര്യമുണ്ടെങ്കിൽ എന്നെ നേരിടാൻ കടന്നു വാ. ആരാ പറഞ്ഞത്? ഒറ്റത്തടി എല്ലാരും പോയി, ആരുമില്ലായിരുന്നു. വലമ്മാ ഗശിയത്തുൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങൾ വലയം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ വാ. അടുത്തില്ല ബീവി.
പരിശുദ്ധ ഖുർആനല്ലേ നമുക്ക് തെളിവ്, സഹായം. വേറെന്താ? എന്തിനു പേടിക്കണം? സകലമാന പ്രശ്നത്തിന് പരിഹാരമുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ. ഈ തേനിൽ ശിഫ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മതപ്രസംഗങ്ങളിലും സദസ്സുകളിലൊക്കെ തേനും കൊടുക്കുമ്പോ നമ്മളത് വാങ്ങൽ നിർബന്ധമാണ്. എന്തെന്നറിയോ? ഖുർആനിനെതിരാണ് വാങ്ങിയില്ലെങ്കിൽ. നിങ്ങൾ പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളത് വാങ്ങിയിരിക്കണം. കാരണം ഖുർആനിൽ പറഞ്ഞ വാക്കാണ് വഫീഹി ശിഫാഉൻ ലിന്നാസ്. ഈ തേനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജനങ്ങൾക്ക് ശിഫ വെച്ചിട്ടുണ്ട്. ഇവിടെ നാസ് എന്നാണ് അല്ലാഹു ഉപയോഗിച്ചത്. വഫീഹി ശിഫാഉൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പരിപൂർണമായ ശിഫ എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. ഈ ഇൽമിന്റെ സദസ്സിൽ നിന്ന് ഒരു തേൻ വാങ്ങിക്കൊണ്ടുപോയി ഒരു ഹിന്ദു കഴിച്ചാലും, ഒരു തേൻ കൊണ്ടുപോയി ക്രിസ്ത്യാനി കഴിച്ചാലും, ഒരു തേൻ കൊണ്ടുപോയി ഒരു സത്യവിശ്വാസി കഴിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കതിൽ പരിപൂർണമായ ശിഫ വെച്ചിട്ടുണ്ട്. അതവിടെ പൈസ കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നം. പക്ഷേ തേനിൽ ശിഫ ഉണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ. ജനങ്ങൾക്ക് അതിൽ ശിഫയുണ്ട്. ഖുർആന്റെ വാക്കല്ലേ ഇത്. വാങ്ങിയില്ലെങ്കിൽ നമ്മൾ ആ ഖുർആനെ നിഷേധിച്ചവനായില്ലേ? ഇത് കൊണ്ടുപോയി കഴിച്ചാൽ മതി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരു സ്പൂൺ തേനെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാവിലെ കലക്കിയിട്ട് വെറും വയറ്റിൽ ദിവസം തോറും കഴിക്കുമായിരുന്നു. അത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നത് അതൊരു കാരണമാണ്. നമ്മൾ കഴിക്കണം. നമ്മൾ തേൻ കൊണ്ടുപോയി അലമാരയിൽ വെച്ചിരിക്കുകയാണ്. നമ്മളത് കഴിക്കാത്ത എന്തേ? നിങ്ങളത് തേൻ എന്താ കഴിക്കാത്ത, ഉപയോഗിക്കാത്തത്? നിങ്ങൾ തേൻ കൊണ്ടുപോയിട്ട് അലമാരയിൽ വെച്ചിട്ട് വെച്ചാ പോരാ. അത് നിങ്ങൾ രാവിലെ സുബഹി കഴിഞ്ഞോണ്ട് വെറും വയറ്റിൽ കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചതാണ്. കുട്ടികൾക്ക് കൊടുക്ക്, വയറുവേദന മാറും. നബി തങ്ങൾ പറഞ്ഞല്ലേ ഒരു വയറുവേദനയുമായ ഒരു കുട്ടിയെ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കൊണ്ടുവന്നപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ആ കുട്ടിക്ക് നിങ്ങൾ തേൻ കൊടുക്കണേ. നബി തങ്ങൾ പറഞ്ഞ വാക്കിൽ നമുക്ക് വിശ്വാസമില്ലല്ലോ ഹബീബേ. പിന്നെ നമ്മൾ സദഖ റസൂലുള്ളാഹി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ വിശ്വാസമില്ലാതെ കുടിക്കുന്നത് കൊണ്ടാണ്, വിശ്വാസമില്ലാതെ കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ അസുഖം മാറാത്തത്. വിശ്വാസത്തോടു കൂടി നിങ്ങൾ കഴിച്ചു നോക്ക്, ഇഖ്ലാസോടെ ദുആ ചെയ്ത് നോക്ക്, സ്വീകരിക്കപ്പെടും. നമ്മുടെ ഇഖ്ലാസ് എല്ലാം പോയി. ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ നമ്മൾ ഒച്ച വെച്ച് കുറെ ദുആ ഇറക്കുന്നു എന്നല്ലാതെ നമുക്ക് ആ ഇഖ്ലാസ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാതെ പോകുന്നത്. എപ്പോഴെങ്കിലും കിട്ടും, കിട്ടാതിരിക്കൂല. പക്ഷെ കിട്ടാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ ഇഖ്ലാസ്. നമ്മൾ തിന്നുന്നത് ഹറാമ്, തിന്നുന്ന കൂട്ടത്തിൽ ഹറാമിന്റെ ഭക്ഷണമുണ്ട്, വയറ്റിന്റെ ഉള്ളിൽ ഹറാമിന്റെ അംശം കിടന്നാല്, ധരിക്കുന്ന വസ്ത്രത്തിൽ ഹറാമിന്റെ അംശം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ എന്റെ ദുആ സ്വീകരിക്കപ്പെടുക? ഇനിയിപ്പോ അള്ളാഹയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധ ഖുർആൻ അവിടെ പ്രത്യേകമായി നമുക്ക് അവിടെ അറിയിപ്പ് തരുന്നു. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു നല്ലവനാണ്, അവൻ നല്ലത് മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിൽ മുർസലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നത് പ്രവാചകന്മാരോട്, അംബിയാ മുർസലീങ്ങളോട് കൽപ്പിച്ചതുപോലെയാണ്. എന്താണ് കൽപ്പിച്ചത്? യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാത് വഅമലൂ സാലിഹാ വഅമലൂ സാലിഹാ. ജനങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് കേൾക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 1,24,000 പരം അംബിയാ മുർസലീങ്ങളെ ലോകത്തേക്ക് നിയോഗിക്കുകയുണ്ടായി. ആ അംബിയാ മുർസലീങ്ങളോട് അല്ലാഹുവിന്റെ പ്രഖ്യാപനം എന്തെന്ന് പറയട്ടെ. യാ അയ്യുഹർ റസൂൽ, ഓ പ്രവാചകന്മാരെ, മുർസലീങ്ങളെ, ഖുലൂബിന ത്വയ്യിബാ, നല്ലത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവേ, വഅമലു സാലിഹാ, ആ നല്ലത് ഭക്ഷിച്ചിട്ട് നിങ്ങൾ നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കണേ. നല്ലത് കഴിച്ചാലേ നിസ്കരിക്കാൻ മനസ്സ് വരുള്ളൂ. ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർക്കേ ഖുർആൻ ഓതാൻ മനസ്സ് വരുള്ളൂ. ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഹജ്ജിന് പോകാൻ മനസ്സ് വരുള്ളൂ. ഹലാലായ സമ്പാദ്യം ഉള്ളവർക്ക് ഉംറയ്ക്കും സിയാറത്തിനും ഹജ്ജിനും ഒക്കെ പോകാൻ മനസ്സ് വരുള്ളൂ. ഹലാലായിട്ട് സമ്പാദിക്കുന്നവന് മാത്രമേ സക്കാത്ത് കൊടുക്കണമെന്ന് അവന്റെ ഖൽബിൽ ആ ഒരു പേടി ഉണ്ടാവുകയുള്ളൂ. ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർക്ക് മാത്രമേ പടച്ചവനെ എന്റെ വിളി വന്നു. പള്ളിയിൽ നിന്ന് മിനാരത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നു. എനിക്ക് റിസ്ക് തന്ന പടച്ചവൻ, എനിക്ക് കച്ചവടം ഹൈറാക്കി തന്ന പടച്ചവൻ, എനിക്ക് ലാഭം നൽകിയ
പടച്ചവൻ, എന്റെ ശരീരത്തിന് ആരോഗ്യം തന്ന പടച്ചവൻ, എന്നെ അവൻ വിളിക്കുന്നു, അവന് സുജൂദ് ചെയ്യാൻ വിളിക്കുന്നു, ഞാൻ പോയി അല്പം ഈമാനൊന്ന് പവറാക്കിയിട്ട് വരട്ടെ എന്ന് അല്ലാഹയെ പേടിക്കുന്നവൻ, ഹലാല് തിന്നുന്നവൻ, ഹലാല് സമ്പാദിക്കുന്നവൻ നേരെ ആ വിളിക്ക് ഉത്തരം നൽകും. തന്റെ ഉള്ളിൽ ഹറാമിന്റെ അംശമുള്ളവൻ ഈ ബാങ്കും ഇതൊന്നും അവനൊരു പ്രശ്നമല്ല, സക്കാത്തൊന്നും അവനൊരു പ്രശ്നമല്ല, ഹജ്ജൊന്നും അവനൊരു പ്രശ്നമല്ല, ഖുർആനൊന്നും അവനൊന്നും പ്രശ്നേ അല്ല. പിന്നെ മരിക്കുമ്പോൾ കുറെ മുത്തല്ലിമീങ്ങളെ വിളിച്ച് കുറച്ച് പൈസയും കൊടുത്തിട്ട് ഖുർആൻ ഓദിച്ചിട്ട് ഓൻ എൻ്റെ പാട്ടിന് മരിച്ചുപോയി. എന്താ അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അള്ളാഹുവിന് അറിയാം. അത് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് അള്ളാഹുവിന്റെ തർത്തീബ്, അള്ളാഹു അഅലം. മരിക്കുന്നതിന് മുമ്പ് കുറച്ച് ചെയ്ത് വെച്ചിട്ട് പോ. മരിച്ച് കഴിഞ്ഞ് ഇവൻ ഇനി ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്നത് ഇഖ്ലാസോടെയാണോ ഇല്ലയോ എന്ന് ആർക്കറിയാം? ഇഖ്ലാസോടെയാണോ ഇല്ലയോ എന്ന് ആർക്കറിയാം? അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ, നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു വെച്ചിട്ട് പോ. നമ്മുടെ മക്കൾ നമുക്ക് ചെയ്യുമെന്നൊന്നും പ്രതീക്ഷയൊന്നും വേണ്ട. കുറെ പണം ഉണ്ടാക്കി വീട് വെച്ച് വണ്ടി എടുത്ത് ആഡംബരം നടത്തി, ഇതൊക്കെ ദുനിയാവോടുകൂടി ഖലാസ്. ഇതെല്ലാം ദുനിയാവോടുകൂടി ഖലാസ്. ഇതൊന്നും ഖബറിലേക്ക് വരൂല. ഖബറിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയതൊക്കെ ചെയ്തു വെച്ച പറയും, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ ഇതൊക്കെ പറച്ചിലല്ലാതെ ഇതൊന്നും അങ്ങോട്ടാവൂല. ഉള്ളിൽ നിന്ന്, കൽബിന്റെ ഉള്ളിൽ നിന്ന് പടച്ചവനെ, ഞാൻ നാളെ ഖബറിന്റെ ഉള്ളിൽ പോയി കിടക്കുമ്പോൾ എനിക്കവിടെ സഹായത്തിനായി ഉണ്ടാകണം, വരണം എന്നുള്ള നല്ല നിയ്യത്തോടെ കൽബിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ നമ്മൾ ചെയ്യണം, അങ്ങനെ പ്രവർത്തിക്കണം, അങ്ങനെ നമസ്കരിക്കണം. അങ്ങനെയുള്ളവൻ അലാറം വെച്ചിട്ട് കിടക്കും, കുറച്ചുകൂടെ എനിക്ക് സുബഹിക്ക് പോകണം, എഴുന്നേക്കണം, എനിക്ക് തഹജ്ജുദ് നമസ്കരിക്കണം, എഴുന്നേക്കണം. അവൻ അലാറം വെക്കും, അവൻ ആരും വിളിക്കണ്ട. കാരണം എനിക്ക് അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തമാണ്. ദുബായിക്ക് പോകണമെങ്കിൽ നേരത്തെ അവൻ പോകും, അലാറം വെക്കും, ഉറങ്ങൂല. കാരണം എന്താ? ദുനിയാവിലെ ദിർഹം കിട്ടുന്നതാണ്, ആഖിറത്തിലെ ദിർഹമുകൾക്കും ദിനാറിന് വേണ്ടി അവൻ പ്രവർത്തിക്കാറില്ല. ഇത് പറഞ്ഞാലോട്ട് മനസ്സിലാവുകയില്ല, കേൾക്കുകയില്ല. ഇത് മനസ്സിലാകുന്നത് എപ്പോ? മലക്കുൽ മൗത്ത് പിന്നെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ. അപ്പോഴും മനസ്സിലാക്കും ഈ പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു, ശരിയായിരുന്നു. ഇപ്പൊ പറഞ്ഞ മനസ്സിലാവില്ല. ഖുർആന്റെ പ്രഖ്യാപനമാണ്.